സ്ഥാനാർത്ഥികളുടെ വ്യക്തിബന്ധങ്ങളും വോട്ടായി മാറുന്ന മണ്ഡലമാണ് കോഴിക്കോട്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പതിറ്റാണ്ടുകളായി കോഴിക്കോടുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ജയപരാജയം പ്രവചനാതീതവും ആണ്. 3 തവണ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച MK രാഘവനും കോഴിക്കോട് ആയഞ്ചേരിയിൽ ജനിച്ചു വളർന്ന MT രമേശും സംഘടനാ പ്രവർത്തന കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച എളമരം കരീമും പാർട്ടി വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായും വോട്ടുകൾ കൈവശപ്പെടുത്തുമെന്നുറപ്പ്. അതുകൊണ്ടുതന്നെ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക അസാധ്യം. തുടർച്ചയായി 3 തവണ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ചു എന്നത് MK രാഘവന് അനുകൂല ഘടകമാണ്. എന്നാൽ സംഘടനാ സംവിധാനത്തിൻ്റെ പരിമിതികളും മണ്ഡലത്തിൽ നടപ്പിലാക്കിയതൊക്കെ കേന്ദ്ര പദ്ധതികളാണ് എന്ന BJP പ്രചാരണവും തിരിച്ചടിയാകും. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘടനാ പ്രവർത്തനത്തിനൊപ്പം 3 തവണ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലെത്തിയ പാരമ്പര്യമുണ്ട് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന്. എന്നാൽ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് പോലും കോഴിക്കോടിൻ്റെ വളർച്ചയ്ക്കായി ഒന്നും ചെയ്യാനായില്ല എന്ന ആരോപണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാകുന്നു. കോം ട്രസ്റ്റും മാവൂർ ഗ്വാളിയർ റയോൺസും ഒക്കെ ഉദാഹരണം. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. ആ കണക്കുകൂട്ടലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കാൻ BJPയെ പ്രേരിപ്പിച്ചതും. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച് ശക്തമായ സാന്നിധ്യമാകാൻ സാധിച്ചിട്ടുള്ള MT രമേശിന് ഇക്കുറി അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് BJP കരുതുന്നത്. ജനം, കോഴിക്കോട്.